നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇത് നവരാത്രി കാലമാണ്. അസുരനെ നിഗ്രഹിച്ച ദേവിയുടെ വിജയം ആഘോഷിക്കുന്നതാണ് നവരാത്രി. 9 ദിവസം ദേവി ശക്തി ആർജിച്ച് 10ാമത്തെ ദിവസം അസുരനെ നിഗ്രഹിച്ച് നമ്മളതിനെ വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നു. അന്ന് ദേവി സരസ്വതി ദേവിയാണ്. ശത്രു നിഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ ശത്രു പുറത്തല്ല, എൻ്റെ ഉള്ളിൽ തന്നെയാണ്. എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ, എൻ്റെ പരിഭ്രമങ്ങൾ, എൻ്റെ കുറവുകൾ, ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ എനിക്ക് കഴിയുമ്പോഴാണ് ഞാൻ വിജയം കൈവരിച്ചു എന്നെനിക്ക് തോന്നുന്നത്. അതിനുള്ള ശക്തി തരണമേ എന്നാണ് ഈ നവരാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഈ സൗണ്ട് വരാൻ ഞാൻ ഒരുപാട് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദേവി അതിനുള്ള ശക്തി തരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നവരാത്രി റിച്വലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അവർക്ക് വെറ്റില, അടയ്ക്ക ഇതൊക്കെ വെച്ച് പ്രസാദമൊക്കെ വെച്ച് നമ്മൾ അവർക്ക് നൽകുന്നു. നമ്മളെക്കാളും പ്രായത്തിൽ മുതിർന്നവരാണെങ്കിൽ നമ്മൾ അവരെ നമസ്കരിച്ച് ബ്ലെസ്സിങ്സ് വാങ്ങുന്നു. നമ്മളെക്കാളും പ്രായത്തിൽ ചെറുപ്പമാണെങ്കിൽ അവരെ നമ്മൾ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് ചടങ്ങ്. ഈ നവരാത്രി ഫെസ്റ്റിവലിൽ ഞാൻ അമ്മക്കിളി, സൗഭാഗ്യ, സുധാപു, അനു ഇവരെയൊക്കെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ വളരെ കരുതലോടെ കുറച്ച് ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വാങ്ങിയതല്ല, ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. ചെയ്യണമെന്ന് തോന്നി ചെയ്തു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്കും കൂടി കാണാൻ ഞാൻ കൊണ്ടു. സൗഭാഗ്യ എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. പോയി മേടിക്കട്ടെ. അമ്മയുടെ പൂജാ സാധനമെല്ലാം ഞാൻ മറന്ന് കാറിൽ വെച്ചിരിക്കാം, എടുത്തിട്ട് പറയാന്. ആരാ പൂജയ്ക്ക് ആവശ്യമുള്ള നിവേദ്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശർക്കര പൊങ്കൽ എന്ന് പറയും. ഇനി ഒന്ന് കടല ചുണ്ടൽ പെട്ടെന്ന് ഉണ്ടാക്കാം. വേവിച്ച് വെച്ചിട്ടുണ്ട് കടല. ചോറും വേവിച്ച് വെച്ചിട്ടുണ്ട്. നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എൻ്റെ അടുക്കളയിൽ തന്നെ ഒരു കൃഷ്ണനുണ്ട്. ഹരേ 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 ഹരേ. ദേവിക്ക് ശർക്കര പൊങ്കൽ ഭയങ്കര വിശേഷമാണ്. പായസം ഒരുമാതിരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടല ചുണ്ടൽ. ഓക്കെ, കുറച്ച് ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഇടാം. ചുണ്ടൽ റെഡി. ഇത് പായസം, ചുണ്ടൽ രണ്ടും റെഡി. ഇപ്പോ അമ്മയും ശാൻ ചേച്ചിയും വരും. അപ്പോഴത്തേക്ക് എനിക്ക് റെഡിയാവും. ഞാൻ പോയി നല്ല സാരിയൊക്കെ എടുത്ത് തലമുടിയൊക്കെ കെട്ടി റെഡിയായി വരട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹായ്. എനിക്ക് വെച്ചിട്ടല്ല, സൗഭാഗ്യമൊക്കെ വെച്ചോ സാരി എടുക്കാം. അമ്മാക്കേ ഞാൻ ഭയങ്കര സ്പെഷ്യലായിട്ടൊരു സാധനം നവരാത്രിക്ക് ഗിഫ്റ്റ് എടുത്ത് വെച്ചിരിക്കേ. ശാന്തിച്ചിപ്പ രാധേ കൃഷ്ണ. ഞങ്ങളുടെ അന്നപൂർണേശ്വരി ശാന്തേച്ചി. അമ്മാക്കിനെ ഫസ്റ്റ് ടൈം ആക്കും അവിടെ ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവരാം. അമ്മയ്ക്കുള്ള ഗിഫ്റ്റാണ്. പ്രേക്ഷകരൊന്ന് കാണിച്ചോട്ടെ. ഞാൻ വരച്ചതാട്ടോ. വരച്ച് പെയിന്റ് ചെയ്ത് അമ്മയ്ക്ക് നവരാത്രി സ്പെഷ്യൽ. ഇതൊരു ഭംഗി തരാം. ഭയങ്കര ഭംഗി. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല.
ഞാൻ വിചാരിച്ചെന്തെങ്കിലും ഡിസൈൻ ഫ്ലവേഴ്സോ എന്തെങ്കിലും ആണ്. പക്ഷേ നവരാത്രി ആദ്യം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് ദേവിയെ. നവരാത്രിയൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. ദുർഗാഷ്ടമിയായിട്ട് ദേവി തന്നെ എനിക്ക് കിട്ടിയല്ലോ. എടുത്ത് കാണിക്കോ? അവളുടെ ആഗ്രഹമാണ് അവള് പെയിന്റ് ചെയ്തത് ഞാൻ ഉടുത്ത് കാണണം എന്ന് അവൾക്കൊരു ആഗ്രഹം. എന്റെ ബ്രാൻഡ് അംബാസിഡർ. അതെ, ഓക്കെ ഡൺ. ഹലോ, ഇഷ്ടമായോ? താരയുടെ ഈ പ്രസന്റേഷൻ ഒരു വണ്ടർഫുൾ പ്രസന്റേഷനാണ് ഈ ദുർഗാഷ്ടമിക്ക് എനിക്ക് കിട്ടിയത്. അത് കിട്ടിയതോ അന്നപൂർണേശ്വരിയാണ്. മരിക്കുന്നവരെ അന്നത്തിന് മുട്ടൂല. എനിക്ക് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. അമ്മയുടെ മുഖത്തിലുണ്ട് ചക്കര. എനിക്കിത് പറഞ്ഞു വെച്ചേർക്കുന്നു. എനിക്ക് ശാന്തേച്ചി എവിടെ? ശാന്തേച്ചി ശാന്തേ സാരി കൊടുത്ത് അവിടെ ഇരുന്നാ. ഓ, ശാന്തേച്ചി കൊടുത്തു. അടിപൊളി. ഇഷ്ടപ്പെട്ടോ ശാന്തേച്ചിക്ക്? ഈ കളർ എനിക്ക് ഇഷ്ടമാണ്. ശാന്തേച്ചിക്ക് അടുത്ത പ്രാവശ്യം തരുമ്പോ ഞാൻ പെയിന്റ് ചെയ്ത് തരാം കേട്ടോ. ഇതാണ് ഇന്നത്തെ നിവേദ്യം. എന്റെ വെത്തൽവാക്ക് ദേവിക്കാക്കും. നവരാത്രി ആണെന്നാല് ഒരു ശ്ലോകം ചൊല്ലുമ്പോളെ ഉപനാളയന്തി മദാരസാം മഞ്ജുള വാഗ്വിലാസ മാഹേന്ദ്ര മീന ഭുതി കോമളാംഗി മാതംഗ കന്യാ മനസാ സ്മരാമി. ദൈവം കൂടെ ഉണ്ടെന്നുള്ളതിന് ഒരു ദൃസാക്ഷിയാണ് ഇന്നത്തെ ഈ നവരാത്രി. രാധേ കൃഷ്ണ. പോയിട്ടെ ആരും പട്ടുപാടില്ല. ആരത് നമ്മൾ സെറ്റ് ചെയ്ത് തന്നത് ഭയങ്കര 2 ചക്കരക്കുട്ടികളാണ് സെറ്റ് ചെയ്ത് തന്നത്. നവരാത്രിക്ക് വന്ന പാട്ട് പാടണം. കണ്ടോ ചമ്മത്തുകുട്ടി വാങ്ങിക്കോടിമാ ചക്കരേ. എന്തൊരു സൗഭാഗ്യ. ഇനി ഇത് അനുവിനാണ്. അനുവിനാണ് അത്യാവശ്യപ്പെട്ട് വരച്ചതാ. ഇതോ കണ്ടോ
കണ്ടോ? അടിപൊളി. അങ്ങോട്ട് വരവരാന്ന് വരച്ചിരിക്കുന്നുണ്ട്. വരവരാന്ന് വരച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളൊന്ന് ഇട്ട് കാണാം. അപ്പൊ യെസ്. ഓക്കെ, റെഡി? റെഡി. എവിടെ? അയ്യാ. എവിടെ? വരൂ. അത് ചമത്തായിരിക്കുന്നത്. ഇതാ. യെസ്. Yes. തപ്പുവിന്റെ പെയിന്റിങ്, അനിക്കുട്ടിയുടെ പെയിന്റിങ്. സെയിം കളർ കോമ്പിനേഷൻ. ഓ, നിങ്ങൾക്കാണ് സെയിം കളർ. ആ, എല്ലാം റോസും ബ്ലൂ, ഇവിടെ ബ്ലൂവും പീച്ചും, അവിടെ പീച്ചും ബ്ലൂവും റോസും. ഹാപ്പി നവരാത്രി. ഗോഡ് ബ്ലെസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി പ്രസാദം കഴിക്കാം. യെസ്. 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 പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചെറിയ ചെറിയ ക്രിയേഷൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കറിയാൻ ഇഷ്ടമുണ്ട്. ഞാൻ ഈ സാധാരണ ഒരു ക്ലീഷേ പെയിൻറ്റിങ് അല്ലാതെ വളരെ വിഖ്യാതനായ കേശവ്ജി, അദ്ദേഹത്തിൻ്റെ 1-2 പെയിൻറ്റിങ്സാണ്, 3 പെയിൻറ്റിങ്സ് അദ്ദേഹത്തിൻ്റെതാണ്. അത് നോക്കിയിട്ടാണ് ഞാൻ വരച്ചത്. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം, എൻ്റെ കറക്ഷൻസും പറയാം. എല്ലാം സ്വീകാര്യമാണ്. ഇതുപോലൊരു ചാനലും നിങ്ങളോട് സംസാരിക്കാനൊരു അവസരമൊക്കെ തന്നതിന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. എന്നും ഈ ബന്ധം ഉണ്ടാവണമേ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി വീണ്ടും നമുക്ക് കാണണം. അപ്പോൾ വളരെ സ്നേഹത്തോടെ